beats of the bells all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, weak and the bold. Ding dong, that is their song with joyful ring, all caroling. One seems to hear words of good cheer from everywhere, feeling the air. La-da-da-dum, la-da-da-dum, la-da-dum, la-da-da-dum, dum-dum, da-da-da, da-da-da-da-da, la-da-da-dum, la-da-da-dum, la-da-dum, da-da-da-da-dum, dum-dum, da-da-da, da-da-da-da-da. Hark how the bells, beats of the bells all seem to say, throw cares away. Hey, what people see, songs of good cheer. Christmas is here, Christmas is here, bringing good cheer to young and old, weak and the bold. Merry, 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 merry Christmas, merry, 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 merry Christmas. Let the prayer be rooted in the love, power and knowledge of Jesus. I request everyone to join the prayer. Jagadishwarane Devame Vishwanidayagane Mahitan Udayamane Parane Pranamikyun എത്ര മനോഹരം നിൻ കരവേലകൾ, എത്ര ചേതോഹരം ഈ പ്രപഞ്ചം, എത്ര മനോഹരം നിൻ കരവേലകൾ, എത്ര ചേതോഹരം ഈ പ്രപഞ്ചം. ആഴികളാകാശ വീതികളോതുന്നു ആഗ്രാഹ്യമാ ശില്പശാസ്ത്രം. ആഴികളാകാശ വീതികളോതുന്നു ആഗ്രാഹ്യമാ ശില്പശാസ്ത്രം. ജഗദീശ്വരനേ ദൈവമേ വിശ്വനിദായകനേ മഹിതൻ ഉടയവനേ പരനേ പ്രണമിക്കുന്നു നിൻ പാദം, പ്രണമിക്കുന്നു നിൻ പാദം. Ho, ho, ho! Merry Christmas! Merry Christmas! Christmas! Merry Christmas! Christmas!
Christmas! ഇന്ന് മാറി വരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും തമ്മിൽ മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ പലരും നമ്മളെ മറന്നുപോയാലും ദൈവത്തിൽ ആശ്രയം കണ്ടെത്താനും അതുപോലെ സ്വയം ആശ്വസിപ്പിക്കാനും നമുക്ക് ആവണം. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ചിന്തിച്ച ഈശോ. കുട്ടികൾ ചിന്തിക്കണം, നിങ്ങൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കാൻ പറ്റണം. സ്കൂളിലായിരിക്കുമ്പോൾ അധ്യാപകർക്ക് വിധേയരായി ജീവിക്കാൻ പറ്റണം. പലപ്പോഴും കുട്ടികൾ ക്രിസ്മസ് പപ്പയെ കണ്ടപ്പോൾ അല്ലേ? എന്താ കാരണം? ഒരു കാരണം എന്താണ്? മിഠായി അല്ലേ? മിഠായി. ക്രിസ്മസിന്റെ സന്തോഷം എന്താണ്? ക്രിസ്മസിന് നിങ്ങൾക്കുള്ള സന്തോഷം എന്താണ്? സമ്മാനം കിട്ടും, കേക്ക് കിട്ടും, സ്വീറ്റ്സ് കിട്ടും, അങ്ങനെ സമ്മാനം കിട്ടും. അതാണ് ക്രിസ്മസിന്റെ സന്തോഷം. അപ്പോ സമ്മാനം കിട്ടുന്നത്, എനിക്ക് എന്തെങ്കിലും കിട്ടുന്നത്, അതാണ് സന്തോഷം. നമുക്ക് എല്ലാവർക്കും എപ്പോഴും സന്തോഷം അങ്ങനെയാണ് അല്ലേ? എന്തെങ്കിലും കിട്ടണം. വീട്ടിൽ ചെന്ന് നല്ല ഫുഡ് കിട്ടണം, അല്ലെങ്കിൽ അച്ഛനമ്മയൊക്കെ മടിയിലെത്തി ഓമനിക്കണം, ലാടിക്കണം. സ്കൂളിൽ വന്നാൽ അതുപോലെ തന്നെ നമുക്ക് കൂട്ടുകാർ എന്തെങ്കിലും നമുക്ക് തരണം. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതിനാണ് നമുക്ക് സന്തോഷം. പ്രത്യേകിച്ചും നിങ്ങൾക്ക് കിട്ടുന്നത് മധുരമുള്ള സാധനങ്ങൾ കിട്ടാൻ ഇഷ്ടമായിരിക്കും അല്ലേ? ടീച്ചർ ഒരു ചൂരനെടുത്ത് ചൂരൽ കഷായം തരാന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടാവുമോ? ഇല്ല, മധുരമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലും കിട്ടുക, ഇതാണ് ക്രിസ്മസിന്റെ സന്തോഷമായിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടുക. ഇതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം. ശരിയാണ്, നമുക്ക് സമ്മാനം കിട്ടുമ്പോഴേ സന്തോഷം ഉണ്ടാകുക. സമ്മാനം കൊടുക്കുമ്പോഴോ കൊടുക്കാനെ പറ്റി ആലോചിക്കാറുണ്ടോ? ചിലത് ആലോചിക്കും. എല്ലാവരും കൊടുക്കാൻ ഇഷ്ടമുണ്ടാവോ? അധികം കൊടുക്കാൻ ഇഷ്ടം, കഴിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ? കൊടുക്കാൻ കുറേശ്ശെ ഇഷ്ടമുണ്ടാവുള്ളൂ. കൂടുതൽ ഇഷ്ടം സന്തോഷം കിട്ടുന്നതാ, മേടിക്കുന്നതാ. അപ്പൊ ക്രിസ്മസിന് ഇതുപോലെ സമ്മാനം കിട്ടുന്നതല്ല, സമ്മാനം കൊടുക്കുന്ന സന്തോഷമാണ് യഥാർത്ഥത്തില് ക്രിസ്മസിന്റെ സന്തോഷം. എന്താ ഇതിന്റെ അർത്ഥം? സമ്മാനം കൊടുക്കുന്നത്, അതാണ് ക്രിസ്മസിന്റെ സന്തോഷം. അതായത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി പുൽക്കൂട്ടി ധരിച്ചതാണ്. മനുഷ്യർക്ക് വേണ്ടി അവിടുന്ന് മനുഷ്യനായിട്ട് ലോകത്തേക്ക് വന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ സമ്മാനമാണ് ക്രിസ്തു. ഉണ്ണി യേശു ദൈവം ലോകത്തിൽ നിന്ന് സമ്മാനമാണ്. അപ്പൊ ദൈവം അത് കൊടുത്തപ്പോഴാണ്, ആ സമ്മാനം ലോകത്തിന് കൊടുത്തപ്പോഴാണ് ക്രിസ്മസ് സന്തോഷമായിട്ട് മാറിയത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്നതിന് സന്തോഷം കണ്ടെത്തുക. കിട്ടുന്നത് മാത്രമല്ല, കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കണം. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിന് സന്തോഷം. കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇത് സമ്മാനം മാത്രമല്ല, സന്തോഷം കൊടുക്കാൻ പറ്റില്ലേ? സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിക്കാം, സഹായിച്ച് സന്തോഷിപ്പിക്കാം, ഒന്ന് പുഞ്ചിരിച്ച് പോലും സന്തോഷിപ്പിക്കാൻ പറ്റും അല്ലേ? നിങ്ങളുടെ കൂടെയുള്ള ക്ലാസ്സിലുള്ള ഒരു കുട്ടി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കണ്ണുരുട്ടി പിടിച്ചാലോ, പോക്കറി കാണിച്ചിരുന്നാലോ, അതേസമയം ചിരിച്ചു കഴിഞ്ഞാലോ? അപ്പം ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അങ്ങനെ സന്തോഷം കൊടുക്കുന്നതാണ് ക്രിസ്മസിന്റെ മറ്റൊരു വലിയ വശം. അപ്പൊ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കാം, സന്തോഷം കൊടുക്കാം. അങ്ങനെ
മറ്റുള്ളവർക്ക് എല്ലാ തരത്തിലുമുള്ള കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിന്റെ അർത്ഥം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത് മാത്രമേ പറയാനുള്ളൂ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നാം മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കുന്നവരാകണം. പലതരത്തിൽ സമ്മാനമാകാം. അപ്പം അങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കൊച്ചു സമ്മാനം കൊടുത്തിട്ടും സന്തോഷം ഉണ്ടാകും, ഒരു ഐസ്ക്രീം കൊടുത്തിട്ട് സമ്മാനം ഉണ്ടാകും, ഒരു ബലൂൺ കൊടുത്താലും സന്തോഷം ഉണ്ടാകും. അതിനേക്കാൾ നല്ല സാധനം കൊടുത്തിട്ട് സന്തോഷം കൊടുക്കാൻ സാധിക്കും. അപ്പം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ സന്ദേശം. ഈ ക്രിസ്മസ് പപ്പ ഇവിടെ നിന്ന് വേഷം ഇട്ട് വന്നപ്പോഴും ആള് ഡാൻസ് കളിച്ച് പാട്ടിനൊപ്പം ജിങ്കിൾ ബെല്ലൊപ്പം ഡാൻസ് കളിച്ച് അതുപോലെ തന്നെ സമ്മാനങ്ങൾ വാരി വിതറി. എന്ത് രസമായിട്ടാണ് ക്രിസ്മസ് പപ്പ വന്നത്. സന്തോഷം കൊടുക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ക്രിസ്മസ് പപ്പ എന്ന് പറയുന്ന സങ്കല്പം തന്നെ മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, സന്തോഷം കൊടുക്കുക, ഒപ്പം ആടിപ്പാടുക, സന്തോഷിപ്പിക്കുക. അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കുന്നവരാകാം. കിട്ടുന്നതിനേക്കാളും വാങ്ങുന്നതിനേക്കാളും കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാകാം. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ അന്തസത്ത. അപ്പം അങ്ങനെയുള്ള കൊടുക്കുന്ന മനോഭാവമുള്ളവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ. ഈ ചിലപ്പോൾ പറയാൻ നാട്ടുവർത്താനത്തിൽ പറയാറുണ്ട് തൂമ്പയുടെ സ്വഭാവം. തൂമ്പ എന്താണ് തൂമ്പയുടെ സ്വഭാവം? കിളച്ച് കോരിയെടുക്കുക, കൊടുക്കലല്ല, കോരിയെടുക്കുക. അതേസമയം ഷവലിൻ്റെ സ്വഭാവമുണ്ട്. ഷവൽ കോരിയെടുത്ത് കൊടുക്കുകയാണ്, തൂമ്പ കോരിയെടുക്കുകയാണ്. അപ്പം കൊടുക്കുന്നവരാകാൻ ഷവലിനെ പോലെ കോരിയെടുക്കുക, കൊടുക്കുക. അങ്ങനെയുള്ള മനോഭാവമായിട്ട് മാറണം. ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്താണ്? കൊടുക്കുക. എന്താണ്? കൊടുക്കുന്നവരാകാൻ, കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. സമ്മാനങ്ങളും സന്തോഷങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുക. അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ കൊടുക്കാനാകട്ടെ. തൂമ്പയുടെ സ്വഭാവം പോലെ കോരിയെടുക്കാതെ ഷവലിൻ്റെ സ്വഭാവം പോലെ കൊടുക്കുന്നവരാകാം. എപ്പോഴും എല്ലായിടത്തും, വീട്ടിലും സ്കൂളിലും എല്ലായിടത്തും മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ ദാനം ചെയ്യാൻ, കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ക്രിസ്മസിൻ്റെ ആ പുണ്യദിനത്തിൽ ഉണ്ണിയേശു നിങ്ങളെല്ലാവരെയും അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും നമസ്കാരം. അത്യുന്നതമായ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഞാൻ കുറേ പറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ. പക്ഷേ അത് അച്ഛനും പറഞ്ഞു, ടീച്ചറും പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ സന്ദേശമൊന്നും ഞാൻ നൽകുന്നില്ല. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ആശംസകൾ ഓർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജനനം ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ എല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. പരസ്പരം ബന്ധനങ്ങൾ കൈമാറാനും ബന്ധനങ്ങൾ പുതുക്കാനുമുള്ള അവസരങ്ങളായ ഒരു പുണ്യദിനം ഏവർക്കും ആഹ്ലാദകരമായ നല്ല സുദിനമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ നേരണം. നിങ്ങൾ ഉറക്കെ അപ്പുറത്തപ്പുറത്തിരിക്കുന്നവർക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് മെറി ക്രിസ്മസ് എന്ന് പറയൂ. ഓർക്കെ പറയും, ഓർക്കെ പറയും. ഓക്കെ ഓക്കെ. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ടത്തെ ക്രിസ്തുമസ് പോലെയല്ല ഇപ്പോഴത്തെ ക്രിസ്തുമസ് എന്ന്. എല്ലാ കാലത്തെ ക്രിസ്തുമസും ഒരുപോലെ തന്നെയാണ്. മനുഷ്യർക്ക് പ്രായം കൂടുന്തോറും ആഘോഷങ്ങളുടെ
മാധുര്യം കുറയുന്നത് കൊണ്ടാണ് പലരും പറയുന്നത് പണ്ടത്തെ ക്രിസ്മസ് ആണ് വളരെ ഭംഗിയുള്ള ക്രിസ്മസ്, നല്ല ക്രിസ്മസ്. മക്കളെ, നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള ക്രിസ്തുമസ് ആണ് ഏറ്റവും മനോഹരവും സുന്ദരവുമായ ക്രിസ്തുമസും അതുപോലെയുള്ള ആഘോഷങ്ങളും. അപ്പോൾ ഈ ക്രിസ്തുമസ് നിങ്ങളെല്ലാവരും അടിച്ചു പൊളിക്കുക. സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്തുമസും പുതുവത്സരവും പിണ്ടിപ്പെരുന്നാളും നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാരിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി.
ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് പ്രവർത്തിച്ച സ്റ്റാഫ് അംഗങ്ങളെയും അതുപോലെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നന്ദിയോടെ തന്നെ ഓർത്തുകൊള്ളുന്നു. ഈ ദിവസത്തിന്റെ മാറ്റുകൂട്ടുവാനായി വേദിയിൽ എത്തിച്ചേർന്ന ക്രിസ്മസ് പാപ്പ ശ്രീ സൈമൺ ആന്റണി അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. Ecco la stella dei mangi davanti a noi. ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ്. ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ്. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം. ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ നീളം എന്നാളും മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ. ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം. ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ നീളം എന്നാളും മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ. ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. കവിതയാകും വാനോളം സ്വപ്നം പൂവണിയും നാടാകെ. ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. സമ്മാനങ്ങൾ രാജാക്കന്മാർ വാഴ്ത്തിപ്പാടി ലോകത്തായി വാഴ്ത്തുന്നേ സ്നേഹത്താലെ രാജാതിരാജനേ എന്റെ മാർഗദീപമേ എൻ ജീവധാരയിൽ ചൈതന്യം.
Hark how the bells, sweet silver bells, all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, weak and the bold. Ding dong, that is their song with joyful ring, all caroling. One seems to hear words of good cheer from everywhere, filling the air. La da 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 dum, la da 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 dum, la da dum, la da 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 dum, dum 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 da da da, la da 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 da, la da 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 dum, la da 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 dum, la da dum, la da 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 dum, dum 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 da da da, la da 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 da. Hark how the bells, sweet silver bells, all seem to say, throw cares away. Hey, hey, well, people sing songs of good cheer, Christmas.